നമസ്കാരം, ന്യൂമറിസ് കാർസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ മുന്നേ പരിചയപ്പെടുത്തുന്ന 2018 രജിസ്ട്രേഷൻ ടാറ്റ ടിഗോർ XZ A+ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഈ വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. Yeah. Everybody knows that I'm breaking down. Everybody knows I ain't faking now. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2017 മോഡൽ 18 രജിസ്ട്രേഷൻ ടാറ്റ ടിഗോർ XZ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വെറും 33,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ബോണ്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻസോ ഫ്ലഡോ ഒന്നുമില്ലാത്ത നല്ല മികച്ച ക്വാളിറ്റി ഉള്ളൊരു വാഹനം തന്നെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബോണറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഹെഡ് ലാംപ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ഒക്കെയാണ് വരുന്നത്. വിത്ത് ഫോളോ മീ ലാമ്പോട് കൂടി വരുന്ന പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നത്. ടാറ്റയുടെ ലോഗോ ഹെക്സഗൺ ഗ്രില്ലൊക്കെ നോക്കിക്കഴിഞ്ഞാലും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. കമ്പനിയിൽ നിന്ന് പറഞ്ഞാൽ അതേ പെർഫെക്ഷനോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. ലെഫ്റ്റ് സൈഡ് ഫെൻഡറിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ എബോവ് 95% ടയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കമ്പനി വരുന്ന ഡയമണ്ട് കട്ട് അലോയി കാര്യങ്ങളെല്ലാം ഇതിന് വരുന്നുണ്ട്. വശങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള ബോക്സ് ടൈപ്പ് ഇൻറ്റേർണൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് മിററാണ് വരുന്നത്. അതുപോലെ തന്നെ വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡോറിലൊക്കെ ക്രോമിയം ഫിനിഷിംഗ് ഒക്കെ ഇത് കമ്പനി വരുന്നതാണ്. വളരെ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ബോഡി ഷോൾഡർ ലൈൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നത്. യാതൊരുവിധ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനമാണെന്നും പറയാനായിട്ട്. അതുപോലെ തന്നെ ഒരു ബാക്ക് ടയറൊക്കെ നോക്കുകയാണെങ്കിൽ എബോവ് 50% ടയേഴ്സ് ബാക്ക് ടയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഫുൾ ഓപ്ഷൻ വാഹനം തന്നെ. ഇതൊരു ഡീഫോക്കർ ലൈൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടിഗോറിൻ്റെ ബാഡ്ജിങ്, അതുപോലെ തന്നെ ടാറ്റയുടെ ലോഗോ XZ A ഓട്ടോമാറ്റിക്കിൻ്റെ ടോപ്പിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 420 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നമുക്ക് ലഗേജസ് കാര്യങ്ങളൊക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള ബൂട്ട് സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. സ്റ്റെപ്പിന് ടയറൊക്കെ നോക്കുകയാണെങ്കിൽ എബോവ് 60% ടയേഴ്സ് സ്റ്റെപ്പിനെയും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു ഫാമിലിക്കൊക്കെ വേണ്ടി ലഗേജസ് കാര്യങ്ങളൊക്കെ എല്ലാം വയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പഞ്ചിങ്ങോ പേസ്റ്റിങ്ങിനോ ഒന്നും യാതൊരുവിധ ഡാമേജസോ പരിക്കുകളോ ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ ടാറ്റ ടിഗോറിൻ്റെ ഒരു ബൂട്ടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹിഞ്ചസ് എപ്പോഴും ഇതിൻ്റെ ഷോക്ക് എപ്പോഴും ഇതിൻ്റെ മുകളിലാണ്, സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഇത് സാധാരണ വണ്ടികൾക്ക് അകത്തുനിന്ന് വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ലഗേജ് ഫുള്ളായിട്ട് 420 ലിറ്റർ ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൻ്റെ ഇത് എക്സ്റ്റേണൽ പുറത്താണ് ഇത് ഹിഞ്ചസ് പിടിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സാധാരണ വണ്ടികൾക്ക് ഇങ്ങനെ ഹിഞ്ചസ് വരുമ്പോൾ നമുക്ക് ആ ലഗേജ് സ്പേസ് കുറയും. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഒരു മികച്ചൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ഫുൾ നമുക്ക് ഡിക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടി തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വശങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ ബാക്ക് ടയർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 50% ടയേഴ്സാണ് ബാക്ക് ടയർ വരുന്നത്. ഫ്രണ്ട് ടയർ ആണെങ്കിൽ 95% ടയേഴ്സ് ഫ്രണ്ട് ടയറും ഉണ്ട്. വശങ്ങളിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ വേറെ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2018 മോഡൽ സിംഗിൾ ഓണർ വെറും 33,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടാറ്റ ടിഗോർ XZ ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ കമ്പനിയിൽ നിന്ന് വന്ന അതേ രീതിയിൽ ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ്സ് ഒക്കെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ സീറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും കമ്പനി വരുന്ന ജെനുവിൻ ആക്സറീസ് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ടിഗോർ ബ്രാൻഡിങ് ഒക്കെ ചെയ്തിട്ടുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലാസ്റ്റിക് കവർ കാര്യങ്ങളൊന്നും പോലും റിമൂവ് ചെയ്തിട്ടില്ല. അത്ര ഫ്രഷ്നെസ്സോടുകൂടി തന്നെ ഇരിക്കുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റൂഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേറെ അഴുക്കുകളോ ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ വാഹനത്തിനെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഇത് ഒരു ഫുൾ ഓപ്ഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ ഇതിന് ധാരാളം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള വാഹനമാണ്. ഡ്യുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ABS വരുന്നുണ്ട്. EBD കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾസ് അങ്ങനെയുള്ള തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡ്സ് ഒക്കെ നോക്കിയാൽ ചിൽഡ് ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഒരു AC വെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് തണുത്ത ബോട്ടിൽസ് ഒക്കെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിൽഡായിട്ട് തന്നെ സൂക്ഷിക്കാവുന്ന ഒരു ചിൽഡ് ഗ്ലോ ബോക്സ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാർമൻ വിത്ത് JBL സ്പീക്കേഴ്സാണ് വരുന്നത്. 8 സ്പീക്കർ സറൗണ്ടിങ് മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. അത് നല്ല സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ മാപ്പും ഒക്കെ കിട്ടുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൂടിയാണ്. അപ്പോൾ നാവിഗേഷനും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ധാരാളം ഫീച്ചേഴ്സും കൂടി കിട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. ഇതിൻ്റെ ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. AMT ഗിയർ ബോക്സാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്കത് മാനുവലായിട്ടും യൂസ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് AMT ഓട്ടോമാറ്റിക് രീതിയിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വാഹനത്തിന് സ്പോർട്സ് മോഡ് എന്നുള്ള ഒരു ബട്ടൺ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പവറൊക്കെ കൂടുതൽ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് സ്പോർട്സ് മോഡ് ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് 2 പവറിൽ നമുക്ക് ഓടിക്കാം. 70 PS പവറിൽ അതുപോലെ തന്നെ 85 PS പവറിൽ നമുക്ക് ഈ വാഹനം കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു മികച്ചൊരു പെട്രോൾ വാഹനമാണ്. അപ്പോൾ നിങ്ങൾ ലോ കിലോമീറ്റർ പെട്രോൾ വാഹനമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ചൊരു ഓപ്ഷനാണ് ടാറ്റ ടിഗോർ ഓട്ടോമാറ്റിക് XZ എന്ന് പറഞ്ഞ വേരിയൻറ്റ്.
അപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2018 രജിസ്ട്രേഷൻ ടാറ്റ ടിഗോർ എക്സസ്ഡ് ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപ്രോൺസ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്ന യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻസോ ഒന്നും ഇല്ലാത്ത ഒരു മികച്ച ക്വാളിറ്റിയുള്ളൊരു വാഹനം തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ABS യൂണിറ്റൊക്കെയാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിവോട്രോൺ 1200 cc എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ 84 bhp പവറും 114 Nm ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ARI സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് 20 km/L ആണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് കൂടിയിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു തുടക്കക്കാർക്കൊക്കെ നല്ലൊരു പെട്രോൾ വാഹനം ഓട്ടോമാറ്റിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, ലോ കിലോമീറ്റർ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു വാഹനം തന്നെയാണ്. വെറും 33,000 km മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനമാണിത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിലവരത്തിലേക്ക് നമുക്ക് എടുക്കാം. 2018 മോഡൽ സിംഗിൾ ഓണർ വെറും 33,000 km മാത്രം ഓടിയിട്ടുള്ള ടാറ്റ ടിഗോർ എക്സസ്ഡ് ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5,48,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് ഫുൾ ലോണും അവൈലബിൾ ആണ്. ഈ വാഹനം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമറിസ് കാർസ് കേരളയിലാണ്. ന്യൂമറിസ് കാർസ് കേരളയ്ക്ക് ആലുവയിൽ 2 ഷോറൂമാണ് ഉള്ളത്. ഒന്ന് പ്രിയദർശിനി റോഡിലും 2 GHS അപ്രോച്ച് റോഡ് ബാങ്ക് ജംഗ്ഷനിലുമാണ്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.